നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. റാപ്പിഡ് ഫയർ ആണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെപ്പറ്റി നിങ്ങൾ അഭിപ്രായം പറയുന്ന പ്രോഗ്രാമാണിത്. നമ്മോടൊപ്പം ചേർന്ന് ഇന്ന് റാപ്പിഡ് ഫയർ അവതരിപ്പിക്കുന്ന ജെയിൻ ഡീം ടു ബി യൂണിവേഴ്സിറ്റിയാണ്. കേരളത്തിലെ ഏറ്റവും പ്രമുഖ യൂണിവേഴ്സിറ്റിയായിട്ട് വളരെ കുറഞ്ഞ കാലം കൊണ്ട് വളർന്ന യൂണിവേഴ്സിറ്റിയാണിത്. കൊച്ചിയിൽ കാക്കനാട് ഇൻഫോ പാർക്കിനുള്ളിൽ അതിമനോഹരമായ ക്യാമ്പസിലാണ് ജെയിൻ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ 1-2 വീഡിയോകൾ ജെയിൻ യൂണിവേഴ്സിറ്റി ചെയ്തിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷനൊക്കെ ആരംഭിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. അതിൽ കയറി നോക്കുക, എന്നിട്ട് അപ്ലൈ ചെയ്യുക. കൊച്ചിയിലെ നഗര മധ്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും മനോഹരമായ ക്യാമ്പസാണ് ജെയിൻ്റേത്. തന്നെയല്ല, കേരളത്തിൽ പുതിയതാണെങ്കിലും ജെയിൻ യൂണിവേഴ്സിറ്റി നമുക്ക് ഇന്ത്യക്കാർക്ക് പുതുമയുള്ള കാര്യമല്ല. ഇന്ത്യയിൽ പല ഭാഗത്തായിട്ട് ധാരാളം കോളേജുകൾ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമാകുന്നുണ്ട്. UGCയുടെ ഗ്രേഡഡ് ഓട്ടോണമി സ്റ്റാറ്റസ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണിത്. നാക്കിൻ്റെ A++ അക്രഡിറ്റേഷനും ഈ ഒരു യൂണിവേഴ്സിറ്റിക്കുണ്ട്. അതുപോലെ തന്നെ AICTE അപ്രൂവ്ഡ് പ്രോഗ്രാമുകളാണ് അവിടെ നടത്തുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റികളൊന്നാണ് ജെയിൻ യൂണിവേഴ്സിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞ ഗംഭീരമായ ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ഇൻഡസ്ട്രി റെലവൻ്റ് ആയിട്ടുള്ള കരിക്കുലം, പിന്നെ UG PG പ്രോഗ്രാമൊക്കെ നോക്കുകയാണെങ്കിൽ 50-ലധികം പ്രോഗ്രാമുകൾ ഇപ്പോൾ അവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റി ഉണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമുള്ളത്, ഏതാണ്ട് 100% പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് ഈ ഒരു യൂണിവേഴ്സിറ്റി നൽകുന്നുണ്ടെന്നുള്ള കാര്യമാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പഠിച്ചു കഴിഞ്ഞാൽ പ്ലേസ്മെൻറ്റിനായിട്ടുള്ള എല്ലാ സഹായവും യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടാകും. അപ്പോൾ പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷനുകൾ ആരംഭിച്ചെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി മനസ്സിലാക്കുക. അപ്പോൾ നമുക്കിനി റാപ്പിഡ് ഫയറിലേക്ക് പ്രവേശിക്കാം. അടുത്ത കാലത്ത് വന്നതിൽ ഏറ്റവും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈൻ എന്ന് പറയുന്നത് ടാറ്റ കെർവിൻ്റെയാണ്. ഡിസൈൻ മാത്രമല്ല, ടാറ്റയുടെ ഏറ്റവും മികച്ച വാഹനമായിട്ട് എനിക്ക് അനുഭവപ്പെട്ട ഒരു വാഹനവുമാണ് കെർവ്. നമ്മളുടെ റാപ്പിഡ് ഫയറിൽ പ്രത്യക്ഷപ്പെട്ടിട്ടേ ഇല്ല. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഉള്ളത് കെർവിൻ്റെ ഓണേഴ്സാണ്. അപ്പോൾ നമുക്ക് കെർവിൻ്റെ ഫീഡ്ബാക്ക് എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം. പേര്? റസൽ. എന്ത് ചെയ്യുന്നു? ഞാൻ TCS ഇൻഫോ പാർക്കിൽ മോളെ പേര്? എന്ത് ചെയ്യുന്നു? CMA പഠിക്കുന്നു. ഓക്കെ. എത്ര കാലം ഇപ്പോൾ ഇതെടുത്തിട്ട്? ഇപ്പോൾ 3 months കഴിഞ്ഞു. ഇപ്പോൾ ആണോ? അപ്പം തുടക്കത്തിലേക്ക് ബുക്ക് ചെയ്തു? തുടക്കത്തിൽ ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു. അപ്പോൾ വന്നപ്പോൾ തന്നെ പിന്നെ ഒന്നും നോക്കിയില്ല. എന്താണ് ഈ വെയിറ്റ് ചെയ്തിരിക്കാനുള്ള കാരണം? വെയിറ്റ് ചെയ്തിരിക്കാൻ കാരണം എന്ന് വെച്ചാൽ കുറച്ചാളെ വണ്ടി എടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നടക്കുന്ന സമയത്താണ് പെട്ടെന്ന് ടാറ്റതിൻ്റെ ഒരു ഫസ്റ്റ് ഇമേജ് പുറത്തു വിടുന്നത്. അപ്പോൾ ആ ടൈമിൽ എന്തോ ആ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ആ കാലത്ത് നോക്കുമ്പോൾ നമുക്ക് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ലുക്കായിരുന്നു വന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു EV വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അന്ന് തൊട്ട് ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് വെയിറ്റ് ചെയ്തതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ അത് കഴിഞ്ഞിട്ട് ഒരു കൊല്ലം ഞാനും കൂട്ടുകാരും കൂടി കയറാൻ ഇനി എറണാകുളത്ത് ഷോറൂമുകൾ ബാക്കിയുണ്ടാവും. എല്ലായിടത്തും നടന്ന് ചായ പിടിച്ചിട്ടുണ്ട്. അല്ല, അപ്പോൾ ഇത്രയും കാലം ഓടിച്ചിരുന്ന ഏതാണ് ഇപ്പം ഇത് വാങ്ങിക്കുന്നവരെ? ST-ലായിരുന്നു വീട്ടിൽ. അപ്പോൾ അത് പെട്രോളിൽ നിന്ന് പെട്ടെന്ന് അങ്ങ് EV-ലേക്ക് വരാൻ തീരുമാനിക്കായിരുന്നു? അതെ. കാരണം ഞാൻ കുറച്ച് ഓട്ടം കൂടുതൽ ഓടുന്ന ആളാണ്. ഇപ്പം എന്താ പറയാ, കൂടുതൽ ഓടിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പെട്രോൾ ആകുമ്പോൾ കുറച്ച് പാടായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ EV വേണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതപ്പോൾ ഇതിന്റെ ഏത് വേരിയന്റ് എടുത്ത്? ടോപ്പിന്റെ ആണോ ഇത്? ഇല്ല, ടോപ്പിന്റെ താഴെയുള്ള. എന്തൊക്കെയാണ് ടോപ്പിന്റെ താഴെയുള്ളതിൽ ഇല്ലാത്തത്? എന്തൊക്കെയാ? ADAS ഇല്ല, പിന്നെ ഓട്ടോമാറ്റിക് ഡിക്കി ഇല്ല. അത് രണ്ടേ ഉള്ളൂ ഇല്ലാത്തത്. ബാക്കിയെല്ലാം അതിലുണ്ട്. എത്രയായി ഓൺ റോഡ്? 22. എന്നിട്ട് ഇപ്പം 3 മാസം കൊണ്ട് കാര്യമായ രീതിയിൽ ലോങ് ട്രിപ്പ് ഒക്കെ പോയോ? ലോങ് ട്രിപ്പ് 2 പ്രാവശ്യം ഞാൻ കാലിക്കറ്റ് പോയിട്ട് വന്നു. അതല്ലാതെ അതിലും ലോങ് ആയിട്ടൊന്നും പോയിട്ടില്ല. അപ്പം കൃത്യമായിട്ട് റേഞ്ച് നോക്കിയോ ഈ ഒരു യാത്രയിൽ? നോക്കിയായിരുന്നു. അപ്പോൾ ഞാൻ ചാർജ് ചെയ്യേണ്ടി വന്നില്ല. അങ്ങോട്ട് പോയി വരാനായിട്ട് അറൗണ്ട് 320 kilometers ആയി. പിന്നെ ബാക്കി ഒരു 100 kilometers റേഞ്ച് കാണിച്ചിരുന്നു. ആണല്ലേ? അപ്പോൾ 420-അടുത്തൊക്കെ കിട്ടും. എന്തായാലും 400-ന് മുകളിലുണ്ട്. അത് തന്നെയാണോ പ്രതീക്ഷിച്ചിരുന്നത്? ഞാനതിന് പ്രതീക്ഷിച്ചിരുന്നത്. കാരണം അവര് 585 പറയുന്നുണ്ട്. എന്നാൽ ഒന്നും കൂടി അവർ പറഞ്ഞിട്ട് ഒരു 450-500 റേഞ്ചാണ്. മീൻസ് 2 റേഞ്ച് അവർ തന്നെ പറഞ്ഞു. അപ്പോൾ അവർ 450 ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ ഈ പ്രധാനമായിട്ട് ഇന്ത്യൻ EV-കളുടെ ഒരു പ്രശ്നമായിട്ട് പറയുന്നത് കുറച്ച് ഒരു 70% ചാർജ് കഴിയുമ്പോൾ പെട്ടെന്ന് ഡ്രോപ്പ് ആകുമെന്ന്. അങ്ങനെ ഇത് ഫീൽ ചെയ്തോ ഇതിൽ? ഇല്ല, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല. എനിക്ക് ഞാൻ അന്ന് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്തതും പിന്നെ എനിക്കിവിടെ നൈറ്റാണ് തിരിച്ചു വന്നത്. അതുകൊണ്ടായിരിക്കാം പോയതിനേക്കാൾ കൂടുതൽ റേഞ്ച് തിരിച്ച് കിട്ടി. മീൻസ് തിരിച്ച് നൈറ്റ് വന്നതുകൊണ്ടും അതിൻ്റെ ഒരു എഫേർട്ട് കൊണ്ടായിരിക്കണം. എന്താണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ? എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? മെയിൻ ലുക്ക് തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് എവിടെയും ഈ പറഞ്ഞ പോലെ ഇപ്പോൾ പരിമിതികളില്ലാതെ പോയിട്ട് വരാം. മീൻസ് ഇപ്പോൾ പണ്ട് ഞാൻ ഇപ്പോൾ ഫിലിമിന് പോകണമെങ്കിൽ തന്നെ വീടിൻ്റെ അടുത്ത തിയേറ്റേഴ്സ് നോക്കിയിരുന്ന ആളാണ്. മീൻസ് ഇപ്പോൾ ഞാൻ അവിടെ നിന്ന് മാറി ഒരു 20 kilometer 30 kilometer മാറി വരെ ഫിലിമിന് വരെ പോയി വരെ അങ്ങനെ ഒരു ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എവിടെ വേണമെങ്കിലും പോയിട്ട് വരാം. അതാണ് ഇതിൻ്റെ ഒരു ഗുണം വെച്ചാൽ നമുക്ക് ഈ പേടിക്കാതെ ഓടിക്കാം. ഞാനിപ്പോൾ എൻ്റെ ഒരു ചെറിയ EV വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിലേക്കുള്ള ചെറിയ വഴികളൊക്കെ, അതായത് എളുപ്പത്തിൽ എത്താൻ ചെറിയ വഴികളൊക്കെ തപ്പിപ്പോയി കണ്ടുപിടിക്കും. നേരത്തെയാണ് നമ്മൾ എപ്പോഴും പെട്രോൾ കത്തുമല്ലോ എന്ന് വെച്ചാൽ അത്തരം പല സംഭവങ്ങൾ ഒഴിവാക്കും. ഇതാകുമ്പോഴത്തേക്ക് അങ്ങനത്തെ ഒരു ടെൻഷനേ ഇല്ല, നമുക്കൊരു ചിലവും ഇല്ല എന്നുള്ളത്. വീട്ടിൽ സോളാറുണ്ടോ?
ഇല്ല, സോളാർ ഇനിയിപ്പോ വീട് പണിയുന്നതേ ഉള്ളൂ. മീൻസ് മറ്റേ പഴയ വീട് കളഞ്ഞു, ഇനിയിപ്പോ പുതിയത് പണിയുന്നത്. അപ്പോൾ ഇനി പണിത് കഴിഞ്ഞിട്ട് സോളാർ വെക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഇത് വാങ്ങിക്കുന്ന സമയത്ത് ഒത്തിരി കുറേ ഡീലർഷിപ്പിൽ പോയെന്ന് പറഞ്ഞല്ലോ. EV-കൾ തന്നെയാണോ നോക്കിയതെല്ലാം? EV ഞാൻ നോക്കിയത് മെയിനായിട്ട് ടാറ്റയിലാണ്. ഞാൻ മെയിനായിട്ട് EV-കൾ നോക്കിയത്, ടിയാഗോ അങ്ങനത്തെയൊക്കെ, പഞ്ച്. പക്ഷേ എനിക്ക് എന്തോ ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ഫസ്റ്റ് സാധനം ഒരു ഉള്ളിൽ കിടക്കുന്ന ഒരു ഇമേജ് ആണ്. എന്താ പറയാ, ഈ പിന്നീടുള്ള പ്രണയങ്ങളിൽ ആദ്യ പ്രണയത്തെ തേടുന്ന പറഞ്ഞ പോലെ ഈ സാധനം ഞാൻ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ ഈ ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു കർവ് ഞാൻ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു എല്ലാത്തിലും. അതുകൊണ്ടായിരിക്കാം ചിലപ്പോ അതിനോടൊന്നും ഒരു ഇഷ്ടം തോന്നിയില്ല. പിന്നെ ഇത് വന്നപ്പോ പിന്നെ അപ്പൊ ഈ എല്ലാവരുടെയും ചോദ്യം ഇപ്പൊ തന്നെ നമ്മളിവിടെ ഷൂട്ട് ചെയ്ത് തുടങ്ങി തൊട്ട് മുമ്പ് ഒരാൾ വന്ന് ചോദിച്ചു കേട്ടില്ല, മഹീന്ദ്ര പുതിയ EV ഓടിച്ചോ എന്ന് ചോദിച്ചില്ലേ? അപ്പൊ ഇതിപ്പം ഇത് വന്നു കഴിഞ്ഞ തൊട്ട് പിന്നാലെയാണ് മഹീന്ദ്രയുടെ EV വന്നത്, ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ലുക്കുമായിട്ട്. അപ്പൊ ഈ ചോദ്യം നേരിടുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഇത് മഹീന്ദ്ര നോക്കിയില്ലായിരുന്നോ എന്ന ചോദ്യം ഉണ്ടോ എല്ലാവരും? എന്നോട് കുറെ പേര് ചോദിച്ചു. പക്ഷെ ഞാൻ കാര്യം പറഞ്ഞ പിന്നീട് ഈ വണ്ടി എടുത്തു കഴിഞ്ഞ പിന്നെ ഞാൻ വണ്ടികളെ പറ്റിയുള്ള അപ്ഡേഷൻസ് നിർത്തി. ഇപ്പൊ വണ്ടി എടുക്കുന്നവരെ ഞാൻ സാറിനാണെങ്കിലും കാണാൻ ഇനി വീഡിയോസ് ഇല്ല. അതുപോലെ പക്ഷെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ സാറ്റിസ്ഫൈഡ് ആയി. പിന്നെ പറഞ്ഞാൽ അതിന്റെ ഫീച്ചേഴ്സ് ഞാൻ അധികം നോക്കാൻ നിന്നില്ലായിരുന്നു. പിന്നെ റേഞ്ച് മീൻസ് റേറ്റ് ഞാൻ അറിഞ്ഞു അറൗണ്ട് 30 ഉണ്ടെന്നുള്ളത്. പിന്നെ എന്താ പറയാ, മൊബൈലും നമ്മൾ അങ്ങനെയാണല്ലോ, എടുക്കുന്നവരെ നമ്മൾ നോക്കും, പിന്നീട് നമ്മൾ അതുപോലെ. എങ്കിലും ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ, ഇപ്പോഴാണ് വാങ്ങിക്കുന്നതെങ്കിൽ ഇത് വാങ്ങിക്കോ മഹീന്ദ്ര വാങ്ങിക്കോ? ഇപ്പോഴാണ് വാങ്ങിക്കുന്നതെങ്കിലും ചിലപ്പോൾ ഇത് തന്നെ ആയിരിക്കും. കാരണം ഇഷ്ടപ്പെട്ടിരുന്നു. കാരണം എന്തോ ഒരു കാരണം ഇത് മാറി ചിന്തിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. അപ്പൊ അഡാസ് ഫീച്ചേഴ്സ് ഉള്ള ഒരു മോഡൽ വേണ്ടെന്ന് വെച്ചത് പ്രൈസ് കൂടുതലായതുകൊണ്ടാണോ അഡാസ് വേണ്ടെന്ന് വെച്ചിട്ടാണോ? കാരണം ഇപ്പൊ നമ്മുടെ നാട്ടിൽ അഡാസ് കിട്ടിയിട്ട് കാര്യമില്ല എന്ന് എനിക്ക് തോന്നി. കാരണം ഫീച്ചറായിട്ട് അതിലുണ്ടെന്ന് പറയാം എന്നല്ലാതെ നമുക്ക് യൂസ് അധികം ഉണ്ടോന്ന് എനിക്കൊരു സംശയം വന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് വേണ്ടെന്ന് വെച്ചത്. അപ്പൊ മോളെ ഓടിക്കോ വണ്ടി? ആണോ? എങ്ങനെയുണ്ട്? ആണോ? ആണല്ലേ? ആ ഒരു ഇനിഷ്യൽ ഒരു ഇതൊക്കെ അല്ലേ? അപ്പൊ ഇത് ആണുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു രൂപമാണെന്ന് ഉറപ്പാണ്. സ്ത്രീകൾക്കും ഇഷ്ടപ്പെടുന്ന രൂപമാണോ? ഈ ഒരു മോഡൽ ഇഷ്ടപ്പെട്ടു. ആദ്യമേ ഞാൻ നോക്കുമായിരുന്നു, ഇറങ്ങണേക്ക് മുമ്പേ കാണിച്ചപ്പോ തന്നെ ഇത് മതിയെന്ന് പറഞ്ഞല്ലേ? എന്തെങ്കിലും ഒരു ഫീച്ചർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അപ്പാർട്ട് ഫ്രം അഡാസ് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഫീച്ചർ അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ ഡ്രൈവർ സൈഡിൽ ഒരു കപ്പ് ഹോൾഡർ അങ്ങനത്തെ ചെറിയ സാധനങ്ങളെ തോന്നിയിട്ടുള്ളൂ. അല്ലാതെ കാരണം ഞാൻ ഈ എസ്റ്റിലോയിൽ നിന്ന് ഇതിലേക്ക് വന്നപ്പോൾ എനിക്ക് എന്താ പറയാ, ആക്സിലേറ്ററും ബ്രേക്കും അല്ലാതെ ബാക്കിയെല്ലാം എനിക്ക് പുതിയതാണ് ഇതിലേക്ക് വന്നപ്പോൾ. അപ്പൊ എനിക്ക് പറഞ്ഞ പോലെ എല്ലാം ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ കുറെ കാര്യങ്ങൾ. ഞാനതാ ചോദിക്കാൻ വന്നത്. ഇപ്പൊ IT ഫീൽഡിലുള്ള ആളും കൂടിയാണ്. ഇതിനകത്താണെങ്കിൽ ഇഷ്ടം പോലെയാണ് സോഫ്റ്റ്വെയർ സാധനങ്ങൾ ഇഷ്ടം പോലെയാണ്. എല്ലാം നോക്കിയൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടോ? ഉപയോഗിക്കുന്നുണ്ടോ? ഉപയോഗിക്കുന്നുണ്ട്. ഒരു ഇതൊക്കെ ഞാനിപ്പോ നോക്കി വെച്ചിട്ടുണ്ട്. എന്നാലും ഒരു 100% എത്തിയിട്ടില്ല. ഇനിയും ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഒരു 22 ലക്ഷം രൂപയ്ക്ക് ഈ വാഹനം വാങ്ങിക്കാൻ ഒരാൾ തീരുമാനിച്ച അഭിപ്രായം ചോദിച്ചാൽ എന്താണ് ഉത്തരം? എന്തായാലും മേടിച്ചോളാനേ ഞാൻ പറയുള്ളൂ. കാരണം ഒന്ന് പെട്രോള് അടിക്കണ്ട EV ആയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ആ അടിക്കുന്ന പൈസ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നത്. അന്ന് പെട്രോൾ അടിച്ചിരുന്ന ആ പൈസയാണ് ഇപ്പോൾ EMI ആയിട്ട് അടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇഷ്യൂ വരുന്നില്ല ഇവിടെ. പിന്നെ എന്താ പറയാ, എവിടെ വേണമെങ്കിലും പോവാം, അതാണ്. പിന്നെ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഉണ്ട്. ഇന്ത്യൻ റോഡിന് പറ്റുന്ന രീതിയിലുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് എല്ലാം ഉണ്ടല്ലേ? അടി തട്ടുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ല. ബ്രേക്കിംഗ് എഫിഷ്യന്റ് ആണോ? എഫിഷ്യന്റ് ആണ്. നല്ല ഈ പറഞ്ഞ പോലെ നമ്മൾ മറ്റേ ഇപ്പോൾ ST-ലൊക്കെ ഓടിച്ചൊരാൾക്ക് പെട്ടെന്ന് ഇതിന്റെ ഒരു ഇനിഷ്യൽ പിക്കപ്പ് എന്ന് പറയുന്നത് നമ്മളെ പേടിപ്പിക്കുന്ന ഒരു ഇനിഷ്യൽ പിക്കപ്പ് ഉണ്ടല്ലോ. എനിക്ക് ആദ്യത്തെ ഒരു 2 days ആ ഒരു പേടി ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ അതിന് അപ്ലൈ ചെയ്യുന്ന ഒരു ബ്രേക്ക് തന്നെ ഇതിലും അപ്ലൈ ചെയ്ത് നോക്കിയപ്പോൾ ഒരു പെട്ടെന്നൊരു പിടുത്തം വന്നു. അത് കഴിഞ്ഞ പിന്നെ ഇപ്പൊ എനിക്കത് ഓക്കെ ആയി വന്നു. ഇപ്പൊ ഓക്കെ ആണത്. അപ്പൊ ഇനിയിപ്പോ EV ലൈഫ് ആയിരിക്കും തുടർന്ന് മുന്നോട്ട് എന്നുള്ള കാര്യം സംശയമില്ല അല്ലെ? EV ലൈഫാണ് എനിക്ക് ആഗ്രഹം. എന്തായാലും ഈ പറഞ്ഞ പോലെയാണ് ടാറ്റയുടെ ഏറ്റവും മികച്ച പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നുന്ന ഒരു വാഹനം ഇത് തന്നെയാണ്. ഞാനത് അന്ന് ഇതിൻ്റെ ആദ്യത്തെ മീഡിയ ഡ്രൈവിൽ പോലും പറയുണ്ടായി. തന്നെയല്ല, പഴയ വാഹനങ്ങൾക്ക് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതൊന്നും എനിക്ക് തോന്നാത്തൊരു വാഹനം കൂടിയാണിത്. അപ്പോൾ എന്തായാലും വളരെ നല്ല ഫീഡ്ബാക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ മഹീന്ദ്ര എന്ന് പറഞ്ഞിപ്പം ഏറ്റവും പുതിയ V60 ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാർ പലരും അതിലേക്ക് മാറുന്നുണ്ട്. പക്ഷേ ഒട്ടും മോശമല്ലാത്തൊരു വാഹനം തന്നെയാണ് ടാറ്റയുടെ കർവ്. അപ്പോൾ എന്തായാലും സന്തോഷം. അപ്പം സുരക്ഷിതമായ ഡ്രൈവിങ് ആശംസിക്കുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ഈ അഡാസ് ഇല്ലാത്ത എടുത്ത് വളരെ നന്നായി തന്നെയാണ്. എമർജൻസി ബ്രേക്ക് എന്ന് പറഞ്ഞ് ഇന്ത്യക്ക് ഒട്ടും ചേരാത്തൊരു സാധനമുണ്ട് ഈ അഡാസിൻ്റെ അകത്ത്. അത് പലർക്കും അപകടം വരുത്തി വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് അഡാസ് ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. കുറേയൊക്കെ നമ്മൾ മാനുവലി തന്നെ നമ്മുടെ തല ഉപയോഗിക്കുന്നത് തന്നെയാണ് ഡ്രൈവിങ്ങിൽ ബെസ്റ്റ്. നമ്മളെ താങ്ക് യു. അപ്പോൾ കാണാം. ശരി. അപ്പോൾ ഇനി നമ്മൾ പരിചയപ്പെടുന്നത് ഒരു XUV 700 ഓണറിനാണ്. നമസ്കാരം. നമസ്കാരം. പേര്? മെജോ. എന്ത് ചെയ്യുന്നു മെജോ? ഞാനൊരു ആർക്കിടെക്ചർ ഓഫീസ് നടത്തുകയാണ്, ഒരു ഫേം നടത്തുകയാണ്. എവിടെ? ഞാൻ മുളന്തുരുത്തിലാണ് നമ്മുടെ ഓഫീസ്.
എന്താ പേരെന്താ അതിന്റെ? വോയേജ് ആർക്കിടെക്ട്സ്. വോയേജ്. അതെ. എന്താണ് വീടുകളോ? നമ്മൾ മെയിൻ ആയിട്ട് ഒരു 5000 സ്ക്വയർ ഫീറ്റിന് വേണ്ടി വരുന്ന വീടുകളും കൊമേഴ്സ്യലുണ്ട്, അപ്പാർട്ട്മെന്റ് ഉണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട് നമ്മള്. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താ ഇപ്പോഴത്തെ ആൾക്കാർ നോക്കുന്നത്, കണ്ടംപററി ആണോ അതോ പഴയ ടൈപ്പ്? എന്താണ്? രണ്ടും ഉണ്ട്, മിക്സ്ഡ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ചില ആൾക്കാർ ഇപ്പൊ നമുക്കൊരു ഇന്നത്തെ നമ്മളുടെ കാലാവസ്ഥക്ക് അനുസരിച്ച് ശരിക്കും പറഞ്ഞ ഒരു സ്ലോപ്പിംഗ് റൂഫൊക്കെ ആയിട്ടുള്ളതാണ് കുറച്ചുകൂടെ നല്ലത്. നമുക്ക് ചൂട് കൂടുതലുണ്ട്, പിന്നെ മഴ വന്നിട്ട് ഈ സൈഡ് മുഴുവൻ നനഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയൊക്കെ കൺസിഡർ ചെയ്യുമ്പോഴത്തേനും ആ ഒരു കൺസെപ്റ്റിനെയൊക്കെയാണ് ഞാൻ കൂടുതൽ പ്രൊമോട്ട് ചെയ്യണത്. പക്ഷേ ആൾക്കാർക്ക് എന്താണോ ആ താല്പര്യം അത് നമ്മൾ ചെയ്യും. പക്ഷേ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട്, കാരണം വെച്ചാൽ ഇന്നത്തെ കാലാവസ്ഥ അങ്ങനത്തെ രീതിയിലാണ് പോണത്, ചൂടും തണുപ്പും ഒക്കെ ആയിട്ട് വരുന്നത്. കാരണം ഈ കോൺക്രീറ്റ് ഒക്കെ തന്നെ ചൂടായിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഫ്ലാറ്റായിട്ട് വാർത്തിരിക്കുന്ന വീടുകളൊക്കെ നോക്കിയാൽ മതി. നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോഴത്തേനും പകലുണ്ടായിരിക്കുന്ന ചൂട് താഴേക്കാ രാത്രി നമുക്ക് കിടക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ഓരോ അതാ കോൺക്രീറ്റിന്റെ പ്രത്യേകതയാണ്. അപ്പൊ പിന്നെ ഞാനിപ്പോ ഈയിടെയായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം വെച്ചാൽ ഈ 2 നിലയിൽ നിന്നൊക്കെ ആൾക്കാർ താന്നിപ്പോ ഒറ്റ നിലയിലേക്ക് ചെയ്യണേ, വലിയ പരന്നു കിടക്കുന്ന വീടുകളാക്കി. ഇപ്പൊ ഞാൻ റീസെന്റ് 3-4 ചെയ്തേക്കണ എല്ലാം ഒരു 8,000-10,000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒറ്റ നില, 4 ബെഡ്റൂം ഒക്കെ ആയിട്ട്. അതെന്നറിയോ, അല്ലെങ്കിൽ ഈ കുറച്ച് പ്രായം കഴിഞ്ഞാൽ മേലോട്ടേ കയറൂലെന്ന് ജനത്തിന് മനസ്സിലായി. എന്റെ കോട്ടയത്തെ വീട്ടിലൊക്കെ അത് സംഭവിച്ചുകൊണ്ടിരിക്കണം. അമ്മ മാത്രമേ ഉള്ളൂ, മുകളിലേക്ക് കയറുന്നില്ല എന്നുള്ളതാണ്. 2 ഫാക്ടർ ഉണ്ട്. ഒന്ന്, ഈ പറഞ്ഞ പോലെ കുട്ടികളായിരിക്കും മേളിലുണ്ടാകുക. ഇതുങ്ങൾ ആ മേളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിനെ കുറിച്ച് അറിയാം, അവരെ കുറിച്ച് പോലും വിവരമില്ല. 2, ഈ ഫ്രണ്ടിൽ ടോപ്പിലൊക്കെ ബാൽക്കണി ആൾക്കാരുണ്ടാകാറുണ്ട്. പക്ഷെ അത് ഫ്യൂച്ചർ പൊടി പിടിച്ച് കിടക്കുന്നത്, അവിടെ ആരെങ്കിലും പോയിരിക്കും പോലും. അല്ല, ഇത് തന്നെ ഇപ്പം നേരത്തെ പറഞ്ഞൊരു പോയിന്റ്. ഇപ്പം എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഞാനും സിസ്റ്ററും ഒക്കെ ഉള്ള കാലത്താണ് 2 നില വീട് വെച്ചത്. ഞങ്ങളൊക്കെ അവിടെ നിന്ന് പോയി, മുകളിലൊന്നും പിന്നെ ആരും ഇല്ലല്ലോ കയറാൻ. കുറച്ച് കഴിയുമ്പോൾ മുട്ടുവേദന, കയറാൻ പറ്റില്ല. എന്തായാലും പറഞ്ഞ പോലെ ഒത്തിരി മാറ്റങ്ങൾ നമ്മുടെ ആർക്കിടെക്ചറിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി വ്യത്യാസം. സ്ഥിരം കേരള സ്റ്റൈൽ ഇപ്പൊ ഇല്ലെന്ന് തന്നെ ഇല്ല. എല്ലാം ഒരു ട്രഡീഷണൽ മിക്സഡ് ഒക്കെ ആയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഒത്തിരി മോഡേൺ ആയിട്ട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോജക്റ്റുകളെല്ലാം എല്ലാവരും ചെയ്യുന്നുണ്ട് വാസ്തവത്തിൽ പറഞ്ഞാൽ. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ വോയേജ് ആർക്കിടെക്ചർ മുളന്തുരുത്തി. അതെ. അപ്പൊ അങ്ങനെ വണ്ടിയിലേക്ക് വരാം. എത്ര കാലം എടുത്തിട്ട് വണ്ടി? ഇത് 2 വർഷം കഴിഞ്ഞു. 2 വർഷം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ആ സമയത്ത് ഇത് എടുക്കുന്ന സമയത്ത് ഇഷ്ടംപോലെ മോഡലുകളുള്ള ഒരു കാലം. അതെ. എന്നിട്ടും എന്തുകൊണ്ട് ഇതിലേക്ക് ഞാൻ ഇതിനു മുമ്പ് ഡസ്റ്റർ ആയിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഡസ്റ്റർ ഞാൻ 1,70,75,000 കിലോമീറ്റർ ഓടിച്ചു, ഞാൻ തന്നെ ഓടിച്ചു. അപ്പം എൻ്റെ ജോലിയോട് ബന്ധപ്പെട്ടുള്ള യാത്രകളാണ്. അപ്പൊ എനിക്ക് ഒരു കാര്യം കംഫർട്ടായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത്. എന്ന് വെച്ചാൽ കൂടുതൽ കുലുക്കൊന്നും ഉണ്ടാവരുത്, അങ്ങനത്തെ യാത്രകളാണ്. മറ്റേ ശരിക്കും ഉഗ്രം സസ്പെൻഷൻ ആയിരുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് സസ്പെൻഷൻ ഞാൻ മാറുന്നുണ്ട്, ആ മാതിരി പോട്ടായിരുന്നു. അപ്പം അത് മാറാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഏതിലേക്കെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയി. അപ്പൊ ഞാനിങ്ങനെ പല വണ്ടികൾ ഇങ്ങനെ എല്ലാം ഓടിച്ചോടിച്ച് വരുമ്പോഴത്തേനും എല്ലാം ഇങ്ങനെ ആ റോളിങ്ങിന്റെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അതിന് ആ റോളിംഗ് അല്ല, സ്റ്റേബിൾ ആണ്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആണ് പിന്നെ ഇത് ഓടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് ഫുൾ ഓപ്ഷൻ ആയിരുന്നു ഞാൻ ആക്ച്വലി ഓടിച്ചത്. പക്ഷെ ഇത് X5 ആണ്. ഫുൾ ഓപ്ഷൻ ഓടിച്ചപ്പോഴും ഞാൻ BC ഒക്കെ നോക്കിയിട്ടൊന്നും അനങ്ങുന്നൊന്നുമില്ല. പക്ഷെ ഇതിലേക്ക് വന്നപ്പോൾ ചെറിയ വേരിയേഷൻ കാണിക്കുന്നുണ്ട്. അതെന്താന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ആണോ? പക്ഷെ അങ്ങനെ വേരിയന്റ് വൈസ് അങ്ങനെ ബോഡി റോളിൽ മാറ്റമൊന്നും വരേണ്ട കാര്യമില്ല. പക്ഷെ എനിക്കറിയില്ല എന്താണെന്നുള്ളത്. പക്ഷെ കുഴപ്പമില്ല, കമ്പാരിറ്റീവ്ലി അതിൻ്റെ അത്രയുള്ള സ്റ്റേബിൾ അല്ലെങ്കിലും മറ്റേതുമായിട്ടൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേനും ആ റോളിങ് കുറവാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മറ്റേ ഡസ്റ്ററിൽ നിന്ന് വരുമ്പോഴത്തേക്കും ഡസ്റ്ററിൽ ഒരു ഫീച്ചേഴ്സും ഇല്ലല്ലോ, ഒന്നുമില്ല. അവരുടെ കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും പറഞ്ഞു, ഞാനതൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഒരു അപ്ഡേറ്റഡ് വണ്ടി വന്നിട്ടുണ്ട്, അതൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത്. ഞാൻ ശരിയെന്ന് പറഞ്ഞു. ചെന്നപ്പോൾ എന്താ അപ്ഡേഷൻ വെച്ചാൽ ബ്ലൂടൂത്ത് വന്നു. അതൊരു പ്രശ്നം, ബ്ലൂടൂത്ത് പറ്റത് നമ്മുടെ മൊബൈലുമായിട്ട് പെയർ ആവില്ല, അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് പക്ഷേ ഒരു വിദേശ കമ്പനി, ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഒരു കമ്പനിയാണ് റെനോ നിസാൻ. അതിൽ നിന്നാണ് ഇതിലേക്ക് വന്നത്. എന്താണ് ഒരു ഡിഫറൻസ് ഫീൽ? ഒരു ഇന്ത്യൻ വണ്ടിയിലേക്ക് വന്നപ്പോൾ ഒരു ഡിഫറൻസ് എന്താണ്? ഒന്ന്, ഈ സസ്പെൻഷൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. 2, എനിക്ക് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഒന്ന് വണ്ടി വലുതാണ്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ വലിയ യാത്രകളൊക്കെ, ദൂരെ യാത്രകളൊക്കെ പോയാൽ പോലും വലിയ പ്രശ്നമൊന്നുമില്ല. എനിക്ക് കൊടൈക്കനാലൊക്കെ വർക്കുണ്ട്. അപ്പം ഞാൻ ഇവിടെ നിന്ന് ഒറ്റപ്പിടിപ്പില്ല, 5-5.5 മണിക്കൂർ കൊണ്ട് ഞാൻ അവിടെ ചെല്ലും. ഒരു പ്രശ്നമില്ല, ചവിട്ടി പിടിച്ച് പോകാം. നമുക്ക് 140-150 അവരെ സ്റ്റേബിളായിട്ട് പോകാൻ പറ്റും, ഒരു കുഴപ്പമില്ല. അങ്ങനത്തെ കേസുകൾ വണ്ടി മറ്റേതിൻ്റെ സൗണ്ട് ഉണ്ടായിരുന്നു, അതിൻ്റെ സൗണ്ട് കുറവാണ് ഇതിന്. വളരെ കുറവാണ് സൗണ്ട്, ഇല്ലാന്ന് തന്നെ പറയാം. പിന്നെ മറ്റൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ഹൈറ്റിലെ പൊസിഷനിലായിരിക്കണത്. ഇതിനകത്ത് കമ്പാരിറ്റീവ്ലി ഒരു 2 കേസിനും അതിൻ്റെ സീറ്റിൻ്റെ പൊസിഷനും അറേഞ്ച്മെൻറ്റും ഒക്കെ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിരുന്നു. ഇത് വന്ന വണ്ടിയുടെ സീറ്റൊന്നും അത്ര സുഖമായിട്ട് എനിക്ക് തോന്നിയില്ല. ഞാൻ സീറ്റൊക്കെ പണിയിപ്പിച്ചു, ഫുള്ള് മാറ്റി പണിയിപ്പിച്ചു, എങ്കിലും ആ ഒരു കംഫർട്ട് എനിക്ക്
കൃത്യകരം എന്ന് പറയാൻ പറ്റുന്നില്ല. എങ്കിലും സ്റ്റെബിലിറ്റി ഒക്കെ നന്നായിട്ട് കിട്ടുന്നില്ല നല്ല സ്പീഡിലും ഒക്കെ. എല്ലാ സ്റ്റെബിലിറ്റി ഒക്കെ ഒക്കെയാണ്. ചവിട്ടി കഴിഞ്ഞാൽ അവിടെ നിൽക്കും. നമുക്ക് വീശിയാലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും. ഡീസലല്ലേ? ഡീസലാ. മൈലേജ് എന്ത് കിട്ടുന്നുണ്ടാവും? മൈലേജ് എനിക്ക് ഏതാണ്ട് 18 മര്യാദക്ക് ഓടിച്ചാൽ 18 കിട്ടുന്നുണ്ട്. പിന്നെ അല്ലെങ്കിൽ ചവിട്ടി പൊളിച്ചോടിച്ചു കഴിഞ്ഞാൽ 15-16 കിട്ടുന്നുണ്ട്. 16 താഴോട്ട് പോകാറില്ല. അതെന്താ വരുന്നത് വെച്ചാൽ ഞാനിത് എടുത്തപ്പോൾ തന്നെ എല്ലാം ആ ഒരു ഇത് കീപ്പ് ചെയ്തിട്ട് ഇവനൊന്ന് സ്റ്റേബിൾ ആക്കുന്നത് വരെ അങ്ങനെയാണ് ഓടിച്ചത്. കാരണം ഈ വണ്ടിയോട് ബന്ധപ്പെട്ട് ഇപ്പൊ നമ്മൾ ഓരോരുത്തരും ഓടിക്കുന്ന വണ്ടികൾ ഓരോ തരത്തിലാണ് പെരുമാറുന്നത്. ഇപ്പം ഡസ്റ്റർ ഞാൻ ഭയങ്കര സ്പീഡിലാണ് പഠിപ്പിക്കണേ. അപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ വണ്ടി ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓടിക്കുമ്പോൾ പറയും അത് കാല് വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ആ സ്പീഡിലേക്ക് എത്തുകയാണ്. അപ്പൊ ആ സ്വഭാവം അതും 18 കിട്ടുന്നുണ്ടായിരുന്നു. സ്വഭാവം നമ്മൾ രൂപീകരിച്ചെടുക്കുകയാണ്. അതെ അതെ, അത് അങ്ങനെ തന്നെയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന അത് ആ രീതിയിലേക്ക് വരും. ശരിയാണ്. അപ്പോൾ ഇപ്പോൾ ഇത്ര ഓട്ടമുള്ള ഒരാൾ ഇപ്പോഴാണെങ്കിൽ നമ്മളിപ്പോൾ ജസ്റ്റ് ടാറ്റ കെയർവിൻ്റെ ഒരാളോട് സംസാരിച്ചുള്ളൂ. അത് 400-ലധികം കിലോമീറ്റർ റേഞ്ച് കിട്ടുന്നുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇത് ശരിക്കും ഒരു EV-യിലേക്ക് പോകേണ്ട കാലം ആയില്ലേ? പക്ഷേ അതിനെക്കുറിച്ച് ഞാൻ EV ഇനിയും അപ്ഡേറ്റഡ് ആകാനുണ്ട് എന്നാണ് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. അപ്പം നമ്മളിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു സാധനത്തിലേക്ക് അതിലേക്ക് പോകണ്ടെന്ന് ഞാൻ ചിന്തിച്ചു. കാരണം ഒന്ന്, എൻ്റെ യാത്രകളൊക്കെ വലിയ ലോങ്ങുകളൊക്കെയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്കൊരു ടെൻഷൻ ആവില്ല ഇനിയിപ്പോൾ ഇത്രയും കിലോമീറ്റർ കഴിഞ്ഞിട്ട് പെട്ടെന്ന് പ്ലാൻ ചെയ്യാൻ പറ്റാത്ത യാത്രകളുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേനും ഞാനിപ്പോ നാളെ പെട്ടെന്നൊരു സ്ഥലത്തേക്ക് പോകണം. ഈ പറഞ്ഞാൽ ഇതൊന്നും പ്രിപ്പയർഡ് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. ശരി. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം വരും. അപ്പൊ ഇതിൽ ഫാമിലിയൊക്കെ ബാക്കിലേക്ക് ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ അവരും ഈ ഒരു ബോഡി റോളിന്റെ പ്രശ്നം പറഞ്ഞോ? അതിനകത്തൊരു പ്രശ്നം അവരെ സംബന്ധിച്ച് ആ ചെറിയ പ്രശ്നം അവരെ ഇത് പറയുന്നത്. പക്ഷേ ഇത് വേറൊരു കാര്യമുണ്ട്. ഇത് 5 സീറ്ററാ. ഞാൻ 5 സീറ്ററാ. കാരണം ഇതിന് ഓൾവേസ് മിക്കവാറും ഞാൻ തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ 7 സീറ്ററിന്റെ ആവശ്യമില്ല. പിന്നെ വീട്ടിൽ നിന്ന് വരുമ്പോൾ വലിയ ചക്കയും വാങ്ങായും തേങ്ങയൊക്കെ എടുത്തിട്ട് വരാൻ പറ്റും. എന്റെ വീട് കുറവിലേക്കാണ്. കൊണ്ടുവരുമ്പോഴത്തേനും അതിനെല്ലാം ബൂട്ടിൽ കയറ്റാനുള്ള എല്ലാ സംഭവങ്ങളും നടന്നോളും. അങ്ങനെ 2 വലിയ. എത്ര രൂപ എടുത്ത പോണ്ടോട്? ഇത് 2160 അങ്ങനെ കണ്ട ആ റേഞ്ചിൽ. 21,60,000 രൂപ ഇത് വർത്താണോ? ആണെന്ന് എൻ്റെ അഭിപ്രായം. ആണോ? സർവീസ് കോസ്റ്റ് എങ്ങനെയുണ്ട്? സർവീസ് കോസ്റ്റ് വരുന്നത് വെച്ചാൽ അതിനകത്ത് എനിക്ക് ഏതാണ്ട് 8,000-9,000 രൂപ ഉണ്ട്. അതിന് മറ്റൊരു റീസൺ ഉണ്ട്. ഇതിന്റെ ഓയിൽ ചേഞ്ചിങ് ഏതാണ്ട് 20,000 കിലോമീറ്റർ വെച്ചിട്ടാണ് ചേഞ്ച് ചെയ്യണേ. പക്ഷെ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിൽറ്ററൊക്കെ അവർ ആ 20,000 ഒക്കെ പറയണേ. പക്ഷെ ഞാൻ ഈ എല്ലാ ഫിൽറ്ററുകളും ഈ ഓരോ സർവീസിലും മാറ്റും. കാരണം വെച്ചാൽ റീസൺ എന്ന് വെച്ചാൽ ഇതിന്റെ ഒരു ബ്രീത്തിങ് എപ്പോഴും വണ്ടിയുടെ ഒരു ജീവൻ എന്ന് പറഞ്ഞാൽ ബ്രീത്തിങ് ആണ്. അത് പൊടി കയറിയിട്ട് എല്ലാം അടഞ്ഞിരുന്ന് കഴിയുമ്പോഴത്തേനും പിന്നെ ഈ ബ്രീത്തിങ് ഒന്നും പ്രോപ്പർ ആവത്തില്ല. അപ്പൊ ഞാൻ ആ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം ഞാൻ മാറ്റും. അത് ഞാൻ അവര് എന്തിനാ മാറുന്നത് വെച്ചാൽ ഞാൻ പറഞ്ഞ് മാറ്റിക്കോളാം. സർവീസ് സെന്ററുകാർക്ക് ഒരു പുതുമയായിരിക്കും. നമ്മള് കുറച്ചുകൂടെ കഴിഞ്ഞ് മാറ്റിയാൽ പോരെ എന്നാണ് ചോദിക്കുന്നത്. അത് ശരി, അതുള്ളൂ. അപ്പൊ വണ്ടി എന്തായാലും എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കും. അതുള്ള അതിനൊരു വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നല്ലോ. അതായത് കൊണ്ടു നടക്കുക അങ്ങനത്തെ ഒരു. കാരണം എനിക്ക് ഈ പുറത്ത് വലിയ കാര്യങ്ങൾ കാണിക്കുന്നതിന് വലിയ താല്പര്യമുള്ള ആളല്ല. പക്ഷെ ഇൻസൈഡ് എപ്പോഴും ഞാൻ ഇൻസൈഡും എഞ്ചിൻ സൈഡും ഞാനും അങ്ങനെ തന്നെയാണ് അങ്ങനത്തെ കാര്യം. കാരണം വെച്ചാൽ അതിനകത്ത് മറ്റൊരു കാര്യമുണ്ട്. എന്തെങ്കിലും ഈ ഷോക്ക് അബ്സർ പോലെയോ ചെറിയ സാധനങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് വെച്ചോണ്ട് ഓടിച്ചു തന്നെ കുഴപ്പമെന്ന് വെച്ചാൽ അത് അടുത്ത പാർട്ടിലേക്കും അടുത്തതിലേക്കും കയറി പിന്നെ വലിയ ചെലവിലേക്ക് പോകും. വലിയ ചെലവ് തന്നെയല്ല, അത് തന്നെ ചെലവും പിന്നെ അതിന്റെ ആ സ്റ്റെബിലിറ്റി ഒക്കെ ബാധിക്കും. ബുദ്ധിമുട്ട് വരും. ഇപ്പം ഇതിനകത്ത് ഇഷ്ടംപോലെ ഫീച്ചേഴ്സ്, ഇപ്പം മഹീന്ദ്രയുടെ ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ളൊരു വാഹനമാണിത്. അതെല്ലാം ഉപയോഗിക്കാറുണ്ടോ? ഈ എൻഫർടൈൻമെന്റ് സിസ്റ്റത്തിന്റെ ഫീച്ചേഴ്സൊക്കെ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടല്ലോ? ഞാൻ സ്പീഡ് നമുക്ക് ഇതെടുക്കുന്നത് മാത്രമാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ച് നോക്കിയേക്കുന്ന ഒരു കാര്യം. പിന്നെ ഇതിൻ്റെ അകത്ത് അങ്ങനത്തെ കൂടുതൽ വലിയ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. നമുക്കിത് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ സ്ഥലത്തെത്തുക അതാണ് ലക്ഷ്യം മാത്രമേ ഉള്ളൂ. തലയിൽ മറ്റേ അവിടുത്തെ പ്ലാനും സാധനങ്ങളൊക്കെയാണല്ലോ. അതെ. അപ്പോൾ എന്തായാലും മഹീന്ദ്രയുടെ ഏറ്റവും മികച്ച ഒരു മോഡലായിട്ട് ഞാൻ കാണുന്ന ഒരു വാഹനം ഇത് തന്നെയാണ്. ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ ഇന്ന് എഞ്ചിൻ സൗണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇതുപോലെ അല്ലേ സൈലന്റ്. ഇപ്പം നമ്മൾ ഈ വണ്ടി ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ പോലും ഞാൻ ശ്രദ്ധിച്ചതാണ്, ഒരു ശബ്ദമില്ല. മഹീന്ദ്രയുടെ എഞ്ചിൻ ടെക്നോളജി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഗംഭീരമായ സംഭവമാണ്. ആ കാര്യം സമ്മതിച്ചേ പറ്റും. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം ഇപ്പോൾ സംഭവിക്കുന്നത് ഇതിന്റെ മറ്റേ DPF അങ്ങനെ പറഞ്ഞ അത് 1-2 പ്രാവശ്യം വന്നായിരുന്നു. അപ്പൊ അത് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ തന്നെ അവരോട് പറഞ്ഞു എന്താ പറയാ വണ്ടി റേസ് ചെയ്ത് തരണം, അല്ല നല്ലതായിട്ട് പവറിൽ ഓടിക്കണം എന്ന് പറഞ്ഞു. എനിക്ക് വേണം മര്യാദയ്ക്ക് ഓടിക്കുന്നതുകൊണ്ടാണ് വന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതിപ്പം പുതിയ മറ്റേ BS6 എഞ്ചിൻ വന്നപ്പോൾ ഡീസൽ എഞ്ചിനുകൾക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ട സാധനമാണ്. അത് ഈ പറഞ്ഞ പലരും ചില പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. എനിക്കത് കുറച്ചു കാലം കൊണ്ട് അത് ശരിയായ വരുവോളം തോന്നുന്നു. അങ്ങനെ ഒരു പ്രശ്നമാണ്. എന്തായാലും ദീർഘകാലം ഓടിക്കാൻ പറ്റും, ഒരു കുഴപ്പമില്ല, നന്നായി ഓടിക്കോളും എന്നുള്ളത് സംശയം. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പം എന്തെങ്കിലും വീടൊക്കെ പണിയണമെങ്കിൽ വിളിക്കാം. തീർച്ചയായും വിളിക്കണം. ഈടെ പണിതുള്ളൂ. താങ്ക് യു. ഓക്കെ.
ഇന്നിപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന ആളെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. കാരണം നേരത്തെ മെറ്റിയോർ, എൻഫീൽഡിൻ്റെ മെറ്റിയോറുമായിട്ട് നമ്മുടെ ഈ പ്രോഗ്രാമിൽ പ്രത്യക്ഷപ്പെട്ട ആളാണ്. രാജീവ് എന്നാണ് പേര്. അന്ന് നമ്മൾ പറഞ്ഞിരുന്നു യോഗ ഒക്കെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം നടത്തുന്നു. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇദ്ദേഹം ഇതുവഴി സൈക്കിൾ ചവിട്ടാതെ പോകുന്ന കണ്ടപ്പോൾ ഞാൻ പിടിച്ചെടുത്തി എന്താണ് സംഭവം നോക്കിയപ്പോൾ ഒരു സാധാരണ സൈക്കിൾ ഇലക്ട്രിക് ആക്കി മാറ്റിയിരിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ അത് നമ്മുടെ പ്രേക്ഷകരൊന്ന് കാണട്ടെ എന്ന് വിചാരിച്ചു. എന്താണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്? ഇത് നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാറുള്ളതാണ്. ഞാൻ ആദ്യം ഇത് കാർബൺ സൈക്കിളാണ്. കാർബൺ സൈക്കിളായിട്ട് മേടിച്ച് ഭയങ്കര 1 വീക്ക് ആയപ്പോഴേക്കും കുട്ടികൾക്ക് അതിനോടുള്ള ആകാംക്ഷ തീർന്നു. അപ്പം അത് കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ ഇരിക്കുക, ആരും ഉപയോഗിക്കില്ല. നമുക്ക് വണ്ടിയൊക്കെ ഉള്ളപ്പോൾ കുട്ടികൾ ഉപയോഗിക്കണില്ല. അപ്പം ഞാൻ ഇലക്ട്രിക്കലാക്കി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ നമുക്കായാലും ഓടിക്കാം, കുട്ടികൾക്കായാലും ഓടിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അധികം സ്പീഡും ഇല്ല, ബുദ്ധിമുട്ടും ഇല്ല, പിന്നെ പൊല്യൂഷനും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചപ്പോഴാണ് ഇങ്ങനെ ഐഡിയ ചെയ്യുന്നത്. അപ്പോൾ ജോൺ അങ്കിളുടെ ഒരു അങ്കിളുണ്ട്, പനമ്പള്ളിയാറാണ്. അദ്ദേഹം കൂടിയാണ് ഐഡിയ പറഞ്ഞത് ഇങ്ങനെ ചെയ്യാൻ നമുക്ക്. അദ്ദേഹം ഇലക്ട്രോണിക്സ് ആണ്, പണ്ട് പോലെ ഇലക്ട്രോണിക്സിന്റെ ആളാണ്. ഇലക്ട്രോണിക്സിന്റെ പഴയ സ്ട്രിപ്പ് എല്ലാം ഉണ്ടാക്കുന്ന നൈം പ്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന അദ്ദേഹം ജോൺ അങ്കിളാണ്. അപ്പൊ അങ്കിളാണ് പനമ്പള്ളിയാറുണ്ട്, അങ്ങേരാണ് രാജീവ് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അങ്ങേരുമായിട്ട് ടൈപ്പായി. ടൈപ്പായപ്പോൾ നമുക്ക് ബാറ്ററി കയറ്റാം. ബാറ്ററി ലിഥിയം ബാറ്ററി കയറ്റിയേക്കണേ. ലിഥിയം ബാറ്ററി ഡേഞ്ചറസ് ആണ്, നമ്മൾ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. കാരണം ആദ്യം ഇത് പഞ്ചാബ് സൈഡിൽ നിന്നാണ് ഇത് വരുന്നത്, ഇതിന്റെ കിറ്റ് വരുന്നത്. ഇത് റെഗുലേറ്റർ വഴി, റെഗുലേറ്റർ ആണ് അത് ഞാൻ മോഡിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. റെഗുലേറ്റർ വഴി ആക്സിലേറ്ററിലേക്ക് കൊടുത്തു. ആക്സിലേറ്റർ ഓഫ് ആയി കഴിഞ്ഞാൽ ബ്രേക്കായി. അങ്ങനെ അതാണ് നമ്മൾ ഓട്ടോമാറ്റിക്കലി ആക്സിലേറ്റർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതായി. ഇതിപ്പോ എന്താണ്? ഇതിപ്പോ നമ്മുടെ മീറ്ററാണ്, എത്ര ഇതില് എത്ര കിട്ടുന്നുള്ളൂ, എത്ര ചാർജ് ഉണ്ടെന്നൊക്കെ അറിയാം. ഇപ്പൊ 33 ചാർജ് ഉണ്ട്, 37 ഉണ്ട് ചാർജ്. 36, 35 ആകുമ്പോൾ വണ്ടി നിൽക്കും, ചവിട്ടി പോകണം. 42, 43 വരെ ചാർജ് ചെയ്യൽ കയറും. അപ്പോൾ ഈ ലിഥിയം ബാറ്ററി ആദ്യം എക്കറിലേക്ക് വെച്ചാണ് പണിത്. ശരിക്കും എക്കറിലേക്ക് ആദ്യം കമ്പനി വിട്ടത് ഇത് ഇരുമ്പിന്റെ ഇതിലൊക്കെ കൂടുതൽ വിട്ടു. അപ്പോൾ നമുക്ക് റിസ്ക് ആയില്ലേ, ഷോർട്ട് വരുന്ന വിചാരിച്ച് മഴക്കാലം വരെ ബുദ്ധിമുട്ട് വരുന്നിച്ച് എക്കറിലേക്കിൽ നമ്മൾ വെച്ചു. പക്ഷെ എക്കറിലേക്ക് വെച്ചപ്പോൾ ഇത് സ്റ്റാൻഡ് ഇല്ലല്ലോ. സ്റ്റാൻഡ് പതുക്കെ വെയിറ്റ് താങ്ങിയില്ല, ആരോ തട്ടിയിട്ടപ്പോൾ വണ്ടി പൊട്ടി, ലിഥിയം ബാറ്ററി ഒക്കെ പൊട്ടി 4 രൂപ. വീണ്ടും ബൈക്കിന്റെ ബോക്സ് സ്റ്റഡ്സിന്റെ ബോക്സിലേക്ക് കയറ്റി ഇവിടെ സ്റ്റാൻഡ് പണിതു, അതിലേക്ക് ഇത് കയറ്റി വെച്ചു. ഇതിന്റെ ഉള്ളിലാണ് ബാറ്ററി ഒക്കെ സെറ്റ് ചെയ്തത്. അത് ആയിക്കോട്ടെ. ഇതപ്പോ ഇങ്ങനെ ഈ ബാറ്ററിയും ഇതിന്റെ എല്ലാ സാധനങ്ങളും വയറിങ്ങും അടക്കം ഒരു കിറ്റ് കിട്ടും. കിറ്റ് മേടിക്കുന്നത് അത് എവിടുന്നത്? പഞ്ചാബ് സൈഡിലാണ് ഇതിന്റെ ഇത് കണ്ട. ഇതാണ് ബാറ്ററി. ശരി, ഇത് എത്ര രൂപയാകും എല്ലാ കിറ്റും കൂടി? ഇതെല്ലാം കൂടി 16 രൂപ 17 രൂപ ആവും. ഇത് തന്നെ ഒരു ബാറ്ററി ഇതാണ് 10-60 ബാറ്ററിന്റെ ഉള്ളിൽ സോൾഡർ ചെയ്ത് സീൽ ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് വെച്ചിരിക്കും. ശരി, ഇതിപ്പോ എത്ര കിലോമീറ്റർ ഓടും? ഇത് നമുക്കൊരു ചാർജില് 30-40 മാക്സിമം കിലോമീറ്റർ സ്പീഡ് 30 ഉള്ളൂ, 20-30 സ്പീഡുള്ളൂ മതിയല്ലോ. ഒരു ഓട്ടോറിക്ഷയുടെ സ്പീഡൊക്കെ നമുക്ക് കിട്ടും. നമ്മളിത് ഇലക്ട്രിക്കൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വേണമെങ്കിൽ പെഡലും ചെയ്യാവോ? പെഡൽ ചെയ്യാം. അത് 2 ഇതുണ്ടല്ലോ. നമുക്ക് ഒരു കയറ്റൊക്കെ വരുമ്പോൾ മാത്രമേ ഇത് യൂസ് ചെയ്യാറുള്ളൂ. മാക്സിമം നമ്മൾ ചവിട്ടാനുള്ള രീതി കൂടി, ആ ടെൻഡൻസി കൂടി വരും. ആ ഒരു എക്സസൈസും കൂടി കിട്ടുന്നതുകൊണ്ടാണ് ഇത് രണ്ടും കൂടി ഒരുമിച്ച്. അതെ അതെ, ആൾക്കാർ ഇടിക്കും ഇത് എങ്ങനെ സൈക്കിൾ, ഇത് ബാറ്ററി കയറിയെന്ന് അറിയാൻ പറ്റും. ശരിക്കും ഇവിടെയാണ് ബാറ്ററി വരുന്നത്. അത് കരിയർ പോലെ സെറ്റ് ചെയ്തിട്ട് ഇതിനുള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കും. അപ്പൊ ഇവിടെയാണ് അല്ലെങ്കിൽ സാധാരണ ശരിക്കുള്ള ബാറ്ററി ഇവിടെ വരുന്നത്. ഇവിടെ വരും, റെഗുലേറ്റർ ഇവിടെ വരും, കണക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് വരും. അപ്പൊ ഇത് ഫുൾ സെറ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടായോ അതോ അത് പക്കയായിരുന്നു? അതെ, ഞാൻ പറഞ്ഞില്ലേ ഏക്കറിലേക്ക് വെച്ച് ബോക്സ് വെച്ചപ്പോഴാണ് ആകെ ഒരു മറ്റ് കംപ്ലൈൻസ് ഒന്നും ഇല്ല. കാരണം ഇവിടെയാണ് നമ്മുടെ മോട്ടർ വരുന്നത്. ഇതിന്റെ ഉള്ള മോട്ടർ വരുന്നത്. മോട്ടർ വേണല്ലോ, മോട്ടറിലാണ് മൂവ് ചെയ്യുന്നത്. ഈ മോട്ടറിലാണ് മൂവ് ചെയ്യുന്നത്. മോട്ടറാണ്. ഇതിപ്പോ ലൈറ്റ് ഉണ്ട്, ഇതിൽ ഹോൺ ഉണ്ട്, എല്ലാ സംവിധാനവും ഉണ്ട്. അപ്പൊ ഈ മോട്ടർ ഫിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ തന്നെ അങ്ങ് ചെയ്തു. അത് സൈക്കിൾ കടയിൽ കൊടുത്തിട്ട് നമുക്കത് കയറ്റാലോ. അത്രേ ഉള്ളൂ. സൈക്കിൾ കടയിൽ കൊടുത്തിട്ട് കയറ്റി, സൈക്കിള് നമ്മുടെ റിമ്മ് കയറ്റുന്ന പോലെ ഇത് കയറ്റി സെറ്റ് ചെയ്ത് വെച്ചു. അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇതിന്റെ ഉള്ളിലാണ് മോട്ടർ ഇരിക്കുന്നത്. ഇതാണ് മൂവ് ചെയ്യിപ്പിക്കുന്നത്. നമ്മൾ ബാക്കി വേണമെങ്കിൽ നമുക്കിത് ആക്സിലേറ്റർ ഇല്ലെങ്കിൽ ആക്സിലേറ്റർ താത്തി കഴിഞ്ഞാൽ നമുക്ക് സൈക്കിൾ ചവിട്ടി പോകും. സൈക്കിൾ എത്ര വേണം ചവിട്ടി പോകും. എത്ര നേരം എടുക്കും ഫുൾ ചാർജ് ആകാൻ? ഒരു 2.5 മണിക്കൂർ. അത് നമ്മൾ വീട്ടിലെ സാധാരണ സാധാ പ്ലഗ് ചെയ്യണ പോലെ, അത് മൊസ്കിറ്റോ അടിക്കണ പോലെ ചാർജ് ചെയ്യണ പോലെ വെറുതെ ചാർജ് ചെയ്തു. ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് 2 മണിക്കൂർ മാക്സിമം. 2 മണിക്കൂർ ചാർജ് ചെയ്താൽ നമുക്ക് ആവശ്യത്തിന് കിട്ടി. അതെന്ന് അറിയാം 42-43 കാണിക്കും. ഇതില് കറക്റ്റ് ഇത് കാണിക്കും. 44-43 കാണിക്കുമ്പോൾ നമ്മളിത് ഓഫ് ചെയ്തു. ഇത് ഏത് കമ്പനിന്നാണ് വാങ്ങിച്ചതെന്ന് ഓർമ്മയുണ്ടോ പേര്? ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ. കമ്പനിയല്ല ഇത്, നമുക്കിത് വേണമെങ്കിൽ ലിങ്കിൽ കൊടുക്കാം. ഞാൻ അതിന്റെ ലിങ്ക് അയച്ചു തരാം. വേണമെങ്കിൽ അവർ വേണമെങ്കിൽ ചെയ്തോട്ടെ. എങ്ങനെ കണ്ടുപിടിച്ചത് ഇങ്ങനെ സാധനം?
ഇങ്ങനെ ചെയ്യാന്ന് കണ്ടുപിടിച്ചപ്പോൾ നമ്മളല്ല ആ ജോണങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യാന്ന് അങ്ങനത്തെ സൈക്കിളുമ്പോൾ ചെയ്തത്. കിറ്റ് എവിടെ നിന്നാണ് കണ്ടുപിടിക്കാൻ? അവിടെ പഞ്ചാബിൽ നിന്ന് വരുന്നതാണ്. ഞാൻ ചോദിച്ചത് അത് അവരെ എങ്ങനെ കണ്ടുപിടിച്ചെന്ന് ചോദിച്ചത്. അദ്ദേഹം ഇലക്ട്രോണിക്സിന്റെ രാജാവ് കണ്ടുപിടിച്ചെന്നാ? അതേ ഇലക്ട്രോണിക്സിന്റെ രാജാവ്. ഇവരുടെ ഐഡിയ പറഞ്ഞ് അങ്ങേർക്ക് ഓരോ സാധനങ്ങൾ സെറ്റ് ചെയ്ത് കൊടുത്ത് സെറ്റ് ചെയ്ത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇത് കണ്ടോണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഇത് ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ജോണങ്കിന്റെയും രാജീവിന്റെയും സഹായം നമുക്ക് തേടാവുന്നതാണ്. കാരണം രസമുണ്ട് സാധനം. പക്ഷെ ഇതിന്റെ ഗ്യാരണ്ടി വാറണ്ടി ഒന്നുമില്ല. അല്ല അങ്ങോരയിൽ 3-4 വർഷമായി കംപ്ലൈന്റ് വരാനില്ല. അങ്ങേരുടെ വണ്ടി 4 വർഷമായിട്ട് അങ്ങോരയിലുണ്ട്. ഇപ്പൊ വിളിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇത് കേട്ടോ, ഇതുണ്ടല്ലോ, ഇതിപ്പോ നിങ്ങളിപ്പോ ഈ പറഞ്ഞ പോലെ ടൗണിലൊക്കെ ജോലി ചെയ്യുകയാണെങ്കിൽ ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതെ അല്ല അത് തന്നെ കാരണം നമ്മളിപ്പോ സൈക്കിൾ ചവിട്ടി പോകുമ്പോൾ നമ്മൾ വേർത്ത് കുളിച്ച് ഓഫീസിൽ അറിയില്ല. നല്ല സ്പീഡാണ്, നല്ല സ്മൂത്ത് ആയിട്ട് പോകാം. നമുക്ക് ബൈക്കിൽ പോകണ സുഖത, നല്ല കാറ്റും കൊണ്ട് സുഖമായിട്ട് പോകും. അടിപൊളി. അതല്ല, നല്ല പരീക്ഷണമാണിത്. തന്നെയല്ല EV-കളുടെ കാലമാണല്ലോ, സൈക്കിൾ പോലും EV ആയി മാറട്ടെ. അപ്പൊ എന്തായാലും രാജീവ് വീണ്ടും കാണാം. അപ്പൊ എന്തായാലും നമുക്ക് ഇനി ഇടക്കിടയ്ക്ക് ഇവിടെ രാജീവ് വഴി ഇടക്കിടയ്ക്ക് ഇങ്ങനെ ചവിട്ടി പോകുന്ന കാണാം, ചവിട്ടാതെ പോകുന്ന കാണാം ഷൂട്ട് ചെയ്ത സമയത്ത്. താങ്ക് യു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പൊ രാജീവ് ഇത് ഫോണൊക്കെ ഉണ്ട്. ശരി. അപ്പൊ എന്നിട്ട് ഇത് ഓൺ ചെയ്യുക, ഓൺ ചെയ്യാം, ആക്സിഡന്റ് കൊടുക്കുക. നമുക്കൊന്ന് ചവിട്ടിട്ട് കുറച്ചുകൂടി നല്ല സ്പീഡിൽ എടുക്കാം. നന്നെടുത്ത് നമ്മൾ കാണട്ടെ നമ്മുടെ പ്രേക്ഷകർ. അതെ, അതിനുശേഷം ചുമ്മാ പോവാട്ടോ. ഇനി നമ്മൾ പരിചയപ്പെടുന്ന ഒരു ഓഡി Q7 ഓണറിനാണ്. നമസ്കാരം. നമസ്കാരം. പേര്? സിനേഷ് മാത്യു. എന്ത് ചെയ്യുന്നു? ബിസിനസ്സാ. എവിടെ? കൊച്ചി? എടപ്പള്ളിയിലുണ്ട്, പാലായിലാണ് ഞങ്ങൾ. സ്റ്റഡി അബ്രോഡ് ആൻഡ് നേഴ്സിംഗ് റിക്രൂട്ട്മെന്റ്. എന്താ പേര് അതിന്റെ? എലിസബത്ത് ഇന്റർനാഷണൽ. എലിസബത്തിന് ഞാൻ കണ്ടിട്ടുണ്ട്, അതിന്റെ ഇവിടെ ബോർഡൊക്കെ കണ്ടിട്ടുണ്ട്. കുറെ വർഷമായോ തുടങ്ങിയിട്ട്? 25 years ആയിട്ടുള്ള. 4 years ആയിട്ട് കൊച്ചിയിലും. എടപ്പള്ളി. അപ്പൊ നേഴ്സ് റിക്രൂട്ട്മെന്റ് ആണോ? നേഴ്സസ് റിക്രൂട്ട്മെന്റ് ആയിരുന്നു NHS-ലേക്ക്. ശരി. അപ്പം UK-ലാണോ അധികവും വിടുന്നത്? അതെ. UK നമ്മുടെ ഹെഡ് ഓഫീസ് വരുന്നത്. ശരി, അവിടെയാണല്ലേ. ഓക്കെ. ഇപ്പൊ എന്റെ മോളിപ്പം പഠിച്ച് NHS ജോലിയായിട്ടുണ്ട്. അതല്ലേ. അവള് ഇപ്പം എഡിൻബറോയിലേക്ക് ട്രാൻസ്ഫർ ഒക്കെ ആകുന്നു. അവിടെ ചെന്ന് പഠിച്ച് ഉടനെ എല്ലാ ജോലി കിട്ടി. അവിടെ നേഴ്സിംഗ് പഠിച്ചിട്ട്. നേഴ്സിംഗ് അല്ല, അവള് ശരിക്കും അഡ്മിനാണ്. പഠിച്ചത് ഇന്റർനാഷണൽ ബിസിനസ് ആണെങ്കിലും ജോലി ഡിപ്പാർട്ട്മെന്റാണ് NHS-ലാണ് കിട്ടിയത്. അതുകൊണ്ട് പിന്നെ അങ്ങ് എടുത്തു. പിന്നെ ബാക്കി പഠിച്ചത് പിന്നെ നോക്കാം എന്നുള്ളൊരു ഇതിലാണ്. അപ്പോൾ എന്തായാലും ഇത് എലിസബത്ത് ഇന്റർനാഷണൽ ഓർത്ത് വെച്ചോ. നേഴ്സുമാർക്ക് വിദേശത്ത് പോകണമെങ്കിൽ സമീപിക്കാവുന്ന കമ്പനിയാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി വാഹനത്തിലേക്ക് വരാം. എത്ര കാലമായി Q7 എടുത്തിട്ട്? Q7 എടുത്തിട്ട് 2 വർഷം. 2 വർഷം. പുതിയ എടുത്താ? ഏതാ? ഡീസലാണ്? അല്ല, സോറി, ഡീസലാണെന്ന് എപ്പോഴും ചോദിച്ചു. പക്ഷേ ഈ ഓഡി ഫോക്സ്വാഗൺ ഗ്രൂപ്പിന് ഇപ്പം ഡീസൽ ഇല്ല എന്നുള്ള കാര്യം മറന്നു പോകും. പെട്രോൾ എന്ന് പറയുമ്പോഴത്തേക്കും ഹെവി എഞ്ചിനാണ്, മൈലേജ് ഒക്കെ കുറവായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. എന്നിട്ടും എന്തുകൊണ്ടാണ് പെട്രോൾ വാഹനം എടുത്തത്? കാരണം ചിലപ്പോൾ BMW-ലോ ബെൻസിലോ പോയാൽ ഇതേ വലിപ്പമുള്ള SUV വേണം, ഡീസൽ എടുക്കാമായിരുന്നു ഇല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് മതിയെന്ന് വെച്ചാൽ? ഞാൻ UK-ലാണുള്ളത്. ഞാൻ അവിടെ യൂസ് ചെയ്യുന്ന ഓഡി തന്നെയാണ്. ഓഡിയോട്ടുള്ളൊരു ശരി. ഇവിടെ ഇപ്പം ഈ പറഞ്ഞ പോലെ പെട്രോൾ ആയിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഓഡിയുടെ വിൽപ്പന ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്, പെട്രോൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട്. അപ്പോൾ അതൊരു പ്രശ്നമാണോ? ഈ മൈലേജ് എന്ന് പറയുന്നത് തീരെ കുറവാണോ? മൈലേജ് 8 ഒക്കെ കിട്ടുന്നുണ്ട് എനിക്ക്. 8 എന്ന് പറയുന്നത് ഹൈവേയിലോ അതോ സിറ്റിയിലൊക്കെയോ? ഹൈവേയിലും 8 ഉള്ളൂ അല്ലേ? ശരി. എന്നിട്ടും ഇതിനോടുള്ള ഇഷ്ടമാണ് അല്ലേ? ഓടിയുള്ള ഇഷ്ടം കൊണ്ടാണ് പിടിച്ച് നിൽക്കുന്നത്. അതെ. ഇപ്പോൾ ഇവിടെ ഡീസൽ ഇല്ലെന്നുള്ളൊരു ഓപ്ഷൻ. ഡീസൽ ഇല്ല, അതുകൊണ്ട്. എത്രയാണ് ഇത് ഓൺ റോഡ് ഇവിടെ എടുത്തപ്പോൾ? 1.16. എങ്ങനെയുണ്ട് വണ്ടി മൊത്തത്തിൽ ആ ഒരു വിലയ്ക്ക്? മൈലേജ് മാറ്റി നിർത്തിയാൽ വണ്ടി കംഫർട്ടാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. സർവീസ് കോസ്റ്റ് എങ്ങനെയുണ്ട് ഇവിടെ? സർവീസ് കോസ്റ്റ് വലിയ ഇതില്ല. 35-15 കിലോമീറ്ററിലാണ്. 35-40. അത് കൂടുതലെന്ന് പറയാൻ പറ്റില്ല. ഇത്തരത്തിലുള്ള വണ്ടികൾ 15 കിലോമീറ്ററിനേ ഉള്ളൂ. അവിടെ ഏതാ ഉപയോഗിക്കുന്നത്? UK-ലെ ഓഡിയുടെ A6 ആണ്. അത് ഒരു സെഡാനാണ്, ഇത് SUV ആണ്. എന്താണ് ആ ഒരു ഡിഫറൻസ്? അത് ഇന്ത്യയിലെ കുഴിയൊക്കെ പ്രതീക്ഷിച്ചാണോ ഇത്? ഇന്ത്യയിലെ കുറച്ച് ഓഫ് റോഡും കാര്യങ്ങളും മലകളൊക്കെ ഉണ്ടായതുകൊണ്ട് SUV-യുടെ ഒരു സംഭവമുണ്ട്. കൂടുതലും കാർ അന്ന് എടുത്തു പോയതുകൊണ്ട് അങ്ങനെ പോകുന്നു. പക്ഷെ എങ്കിലും മറ്റേതാണല്ലോ ഓടിക്കാൻ രസം അല്ലേ? കുറച്ചുകൂടെ യാത്രാസുഖവും പിന്നെ അവിടുത്തെ റോഡുകളുടെ കാര്യം ഉണ്ട് കേട്ടോ. അത് ഇവിടെ കൊണ്ടുവന്ന് ഓടിച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ മറ്റേ കോഴിക്കോട്ടൊരു പരിപാടിക്ക് ഞാനും നമ്മുടെ ഷെഫ് സുരേഷ് പിള്ള ഉണ്ടായിരുന്നു. അപ്പോൾ സുരേഷ് പിള്ള അവിടെ കൊച്ചിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വന്നത് S-ക്ലാസ്സിലായിരുന്നു. അന്ന് സുരേഷ് പറയായിരുന്നു S-ക്ലാസ് അവിടെ വരെ എത്തിക്കാൻ പെട്ട പാട്. കാരണം ഒന്നാമത് റോഡ് പണി നടക്കുന്നത്, മുഴുവൻ കുഴി. നമ്മളാണ് നമ്മുടെ ജിംനിയിലാണ് പോയത്. അത് ഈ പറഞ്ഞ പോലെ ഓഫ് റോഡ് പോകുന്ന വണ്ടി ആയതുകൊണ്ട് എല്ലാ മലയും ഏത് കുഴിയും ചാടി അങ്ങ് എത്തി വളരെ എളുപ്പത്തിൽ. അത്തരം പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ട്. പക്ഷേ നമ്മുടെ റോഡുകൾ നന്നായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ തീർച്ചയായിട്ടും ഒരു മാറ്റം ഉണ്ടാവും. അപ്പോൾ UK-ലാണോ സ്ഥിരമായ ജീവിതം?
സ്ഥിരമായ ജീവിതം അവിടെ ഒന്നും പോയി നിൽക്കുക. അപ്പോൾ ഇവിടെ ആരാ നോക്കുന്നതൊക്കെ? ഇവിടെ മാനേജേഴ്സ് മാനേജേഴ്സാണ് നോക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഓഫീസായിട്ടൊക്കെ തന്നെ ഉണ്ട്. ഉണ്ട്. നമ്മുടെ സ്റ്റുഡൻസ് അവിടെ വന്നു കഴിഞ്ഞാലും നമുക്ക് അവിടുത്തെ ഓഫീസിന് സപ്പോർട്ട് ഉണ്ടാവും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ നഴ്സുമാർ UK മാത്രം വിടുന്നത്? കാരണം അയർലൻഡും അതുപോലെ മറ്റു പല രാജ്യങ്ങളിലേക്കും നഴ്സുമാർ ആവശ്യമില്ലേ? നമ്മൾ അയർലൻഡ് US ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പിന്നെ ജർമ്മനിയും ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്ക് UK ഓഫീസാണ് അത് യൂറോപ്പ് നോക്കുന്നു. US ഇപ്പോൾ ഓപ്പൺ ആണ്. ശരി. അപ്പോൾ എന്തായാലും ഇവിടുത്തെ നഴ്സുമാർ ഇവിടെ കുറച്ചാലും ജോലി ചെയ്താൽ വെളിയിൽ പോകാൻ തന്നെയാണ് എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അത് ഇവിടുത്തെ ഈ ഒരു സാലറി കുറവൊക്കെയാണോ അതിൻ്റെ കാരണം? എല്ലാവരുടെയും ഒരു ഡ്രീം എബ്രോഡ് എന്നുള്ളതാണല്ലോ. സാലറി കുറവുണ്ട്. ഓക്കെ, വീണ്ടും ഇതിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്താണ്? ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്ന് പറയാനായിട്ട് ഇതിൻ്റെ നാവിഗേഷനും അതിൻ്റെ ഡാഷ്ബോർഡൊക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് തോന്നുന്നു അതും ഈ പറഞ്ഞ പോലെ ഈ സെഗ്മെന്റിലെ മറ്റ് BM ഒക്കെ ആയിട്ട് നോക്കുമ്പോൾ ഇപ്പോഴും ഒരു ഇത്തിരി പിന്നിലാണ് ഇവർ പല കാര്യങ്ങളും അല്ലേ? കുറച്ച് എന്നിട്ട് പോലും അത് എടുക്കണമെന്നുണ്ടെങ്കിൽ അത്രയധികം ഓടി ഫാനാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അല്ല, നമ്മൾ യൂറോപ്പിൽ നോക്കുമ്പോൾ ഓടിയാണ് ടോപ്പായിട്ട്. അതെ. ഓടിയുടെ ഒരു ഫാൻ. പക്ഷെ ഇപ്പം അവിടെ UK ആണെങ്കിലും ഇപ്പം ഞാനൊക്കെ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവനൊക്കെ ഇപ്പം ഇലക്ട്രിക്കിലേക്ക് മാറി. BMW ഇലക്ട്രിക്കാണ്. അപ്പോൾ അത്തരം മാറ്റങ്ങൾ നോക്കുന്നുണ്ടോ ഉടനെ? എനിക്ക് ഇലക്ട്രിക്കിനോട് അങ്ങനെ ഒരു ഡീസൽ വണ്ടിയോടായിരുന്നു താല്പര്യം. ഡീസൽ ഇല്ലാത്തതുകൊണ്ടാണ് ഇതെടുത്തത്. അതിന്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും ഓടിയുടെ കാര്യത്തിന് ഡീസൽ വരാനുള്ള സാധ്യതയില്ല. പക്ഷേ ഇപ്പോൾ സ്കോഡ ഒക്ടേവിയയിലേക്ക് വീണ്ടും ഡീസൽ എഞ്ചിൻ വരുന്നെന്ന് കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഫോക്സ്വാഗൺ ഗ്രൂപ്പ് അതൊക്കെ ഡീസലിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് നിങ്ങളെപ്പോലുള്ള ഡീസൽ ഫാൻസിന് താല്പര്യം ഉണ്ടാകും തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. ഈ പറഞ്ഞ പോലെ ഇപ്പം ഈ പുതിയ കാലത്ത് ഇപ്പം കൊച്ചിയിലാണെങ്കിൽ ഡീലർഷിപ്പ് കുറച്ചാലും ഇല്ലായിരുന്നുള്ളതുകൊണ്ട് ഓടിക്കൊരു ചെറിയ പ്രശ്നം അത് കഴിഞ്ഞ് തുടങ്ങിയപ്പോഴാണ്. ഇപ്പോൾ പക്ഷേ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡീലർഷിപ്പാണ് ഇപ്പോൾ ഓടിക്ക് വന്നിരുന്നത്. ആ പ്രശ്നമൊന്നുമില്ല. എങ്കിലും പെട്രോൾ മാത്രമേ ഉള്ളൂ, അതും വലിയ ഹെവി എഞ്ചിനിൽ പെട്രോൾ മാത്രം തമ്മിലുള്ള മൈലേജ് വളരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നുണ്ടെങ്കിലും ഇവർക്കൊന്നും അത് പ്രശ്നം അനുഭവപ്പെടുന്നില്ല. അപ്പോൾ എന്നാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അപ്പോൾ റാപ്പിഡ് ഫയർ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എന്തായാലും ഇന്നത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് 16,000 രൂപ കൊടുത്തൊരു സാധാരണ സൈക്കിളിനെ ഇലക്ട്രിക് ആക്കി എന്നുള്ള കാര്യമാണ്. അത്തരം പല പരീക്ഷണങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം മറക്കണ്ട, ജെയിൻ ഡീം ടു ബി യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ്റെ കാര്യം. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസിലേക്ക് പോവുക, വിളിച്ചു ചോദിക്കുക, അല്ലെങ്കിൽ വെബ്സൈറ്റ് സന്ദർശിക്കുക. അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു പുതിയ റാപ്പിഡ് ഫയറുമായിട്ട് കാണാം. വീഡിയോ ഉണ്ടെല്ലാവർക്കും നന്ദി. ബൈ.